ഓം നമോ നാരായണായ. മന്ദരയുടെയും കൈകേയി ദേവിയുടെയും പ്രവൃത്തികൾ ദേവകൾ അവരെ കൊണ്ടു ചെയ്യിച്ചതാണെന്നും ശ്രീരാമനെ അയോധ്യയിലേക്കു തിരിച്ചു കൊണ്ടുപോകാനുമുള്ള ഭരതൻ്റെ ശ്രമം ഉപേക്ഷിക്കാനും മഹർഷി ഉപദേശിക്കുന്നു. ഭരതൻ രാജ്യം വാഴണമെന്നും പറയുന്നു. ഗുരുവചനം കേട്ടതോടെ ഭരതൻ ഭക്തിയോടുകൂടി സോദരനോടൊപ്പം ശ്രീരാമ സന്നിധിയിലെത്തി നമസ്കരിച്ചിട്ട് രാജ്യത്തിനായി ശ്രീരാമൻ്റെ പാദുകങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്രകാരം ഭരതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ തൻ്റെ കാലടികളിലെ മെതിയടികൾ ആ ഭക്തന് നൽകുന്നു. യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത പടയോടുമിപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കുവശിക്കനീ. വന്നിടുമഗ്രജൻ താനുമനുജനും ദേവിയുമീരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജായ തേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്താമിതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമാരത്ന വിഭൂഷിത പാദുകാം ഉത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വഹ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ.